ഹലോ ഗായ്സ്, ഇത് നമ്മൾ 1CR ചാലഞ്ചിൻ്റെ തേർഡ് ഡേ ആണ്. തേർഡ് ഡേ നമുക്കിന്ന് ഏറെക്കുറെ -1 സ്റ്റേജിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മൈനസിലേക്കായി. -1 സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഏറെക്കുറെ കോസ്റ്റ് തന്നെ എക്സിറ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് സസ്പെക്ട് ചെയ്തിട്ടാണ് എൻട്രി എടുക്കാനുള്ള ലൈറ്റ് റീസൺ പറയുകയാണെങ്കിൽ മോർണിംഗ് തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് സസ്പെക്ട് ചെയ്തു. അതിനുശേഷം തന്നെ കൺസോളേഷനാണ്. അതായത് ഇവിടുന്ന് ഒരു അപ്പ് സൈഡിലേക്ക് പോയ ശേഷം റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് സസ്പെക്ട് ചെയ്തു. അപ്പോൾ സിറ്റുവേഷനിൽ എന്തായാലും മൊമെൻറ്റ്സ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിട്ട് കളഞ്ഞു. സിമ്പിൾ ട്രേഡ് ആയിരുന്നു, വളരെ ഈസി ട്രേഡ്സ് ആയിരുന്നു. ഏറെക്കുറെ ഞാൻ എന്തായാലും കോസ്റ്റ് തന്നെ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് നോക്കി എടുത്ത ആൾക്കാർ ഏറെക്കുറെ മേ ബി ചെറിയ ചെറിയ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് വന്നിട്ട് കാര്യമില്ല. ഏറെക്കുറെ നമുക്ക് ഇതേ സ്റ്റേജിൽ തന്നെ വന്നാൽ മതി. ലൈറ്റ്ലി പ്രോഫിറ്റ് നമ്മൾ അടുത്ത ദിവസം ഒരു ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റ് എക്സ്ട്രാ പ്രോഫിറ്റ് എന്തായാലും വരും. അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് മൈനസിലേക്ക് വന്നതും എക്സ്പെക്ട് ചെയ്യേണ്ട. എൻ്റെ വളരെ ക്ലിയർ ആയിരുന്നു, വളരെ കൃത്യം പറഞ്ഞാൽ വളരെ കൃത്യം തന്നെയായിരുന്നു. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫണ്ട് വീണ്ടും ഏറെക്കുറെ 9K ഫണ്ട് ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് ഒരു ഒരു മൈനസ് സ്റ്റേജിലേക്കാണ് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കൃത്യം ഏറെക്കുറെ കോസ്റ്റ് തന്നെയായിരുന്നു എക്സിറ്റ് അടിച്ചത്. എൻട്രി എടുത്ത് ക്ലിയർ പൊസിഷനായിരുന്നു. എൻട്രി എടുത്ത് ഏറെക്കുറെ 11 മണിക്ക് എടുത്തിട്ട് 3 മണി വരെ കൺസോൾട്ടേഷൻ ഫുള്ളായിട്ട് എക്സ്പെക്ട് ചെയ്തു. ഇത് റിജക്ഷൻ ആയി. നമ്മൾ രണ്ടാമത് കാണുന്ന ഇത് റിജക്ഷൻ ആയതാണ്. ജസ്റ്റ് സെൽ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ട്രേഡിൻ്റെ പുറത്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നുണ്ട്. റിജക്ഷനായി. പിന്നെ നമ്മൾ എൻട്രി എടുത്ത് അതേ പ്രൈസിൽ തന്നെ സെല് ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ ദിവസം നോർമലി ഇങ്ങനത്തെ മാർക്കറ്റിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ട് കൺസോൾട്ടേഷൻ. നമ്മൾ നിഫ്റ്റി ഏതെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ലോസ് ഇല്ല. കൺസോൾട്ടേഷനെ പുറത്ത് തീറ്റാടിക്ക് അടിക്കുന്നില്ല. അതുകൊണ്ട് കാര്യമില്ല. മാക്സിമം കോസ്റ്റ് തന്നെ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡെക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഓക്കെ, ബൈ ഗൈസ്.